ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഓർത്തെ കൊച്ചിനൊരു ഉടുപ്പ് തയ്ച്ചാലോ. ആകെ എൻ്റെ കയ്യിൽ ഇത്രയും പീസ് തുണിയേ ഉള്ളൂ. ഇത് വെച്ച് എങ്ങനെ ഉടുപ്പ് തയ്ക്കും? കഴുത്തിനുള്ളത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഉണ്ടാവില്ല, ഇറക്കം ഉണ്ടാവില്ല. എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഓർത്തെ ഓക്കെ, കൈ നമുക്ക് സെപ്പറേറ്റ് വെക്കാം, എലാസ്റ്റിക് വെല്ലം വെച്ച് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ മെറ്റീരിയൽ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നി. കാരണം ഇച്ചിരി സോഫ്റ്റാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പഞ്ഞി പോലെ ഉണ്ട്. ഇതെങ്ങനെയാണ് പൊളിച്ച് കളയേണ്ടതെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ കുട്ടിക്കത് ഇഷ്ടമാവെന്ന് പറയാൻ കാരണം തന്നെ ഈ പഞ്ഞി ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കാമല്ലോ, അതുകൊണ്ട് ഇച്ചിരി സോഫ്റ്റുമാണ്, അവൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റും ആയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ധൈര്യമായിട്ട് തയ്ക്കുന്നത്. ഇതിൽ ഈ മിറർ വർക്ക് ഉള്ളതുകൊണ്ട് തയ്ക്കാൻ ഇച്ചിരി പാടായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷേ ഈ ടോപ്പിൽ ചെയ്യാനായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഭയങ്കര എളുപ്പമായിരുന്നു. എനിക്ക് ആകെ ടാസ്ക്കായിട്ട് വന്നത് ഈ എലാസ്റ്റിക് ഇട്ട് എടുക്കാനായിരുന്നു. എലാസ്റ്റിക് ഇട്ടെന്ന് വെച്ചാൽ തിരിച്ച് മറിച്ചെടുക്കാനായിട്ട് നല്ല പാടായിരുന്നു. ഞാൻ കുറേ നേരം കഷ്ടപ്പെടേണ്ടി വന്നു. തയ്യലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു, പക്ഷേ ഇത് തിരിച്ചെടുക്കാനാണ് എനിക്ക് നല്ല പണിയേണ്ടി വന്നത്. കാരണം എനിക്ക് തിരിച്ചെടുക്കാൻ അറിയാനും മേല, ഈ മെറ്റീരിയലാണെങ്കിലോട്ട് തിരിഞ്ഞു വരുന്നുമില്ല. ഞാൻ തയ്ക്കാൻ തുടങ്ങിയിട്ട് തന്നെ വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. ഞാൻ തയ്യൽ പഠിച്ചിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ കുടുംബത്തിൽ, അതായത് എൻ്റെ അമ്മയുടെ ഫാമിലിയിലുള്ള എല്ലാവരും തയ്ക്കും. ആ ഒരു വിശ്വാസം കൊണ്ടും ആ ജീൻ ചിലപ്പം ഉള്ളത് കൊണ്ടാണോ ആ DNA ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് എന്തോ പറ്റുന്നുണ്ട്. ഞാനങ്ങ് തയ്ക്കുക, എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല. ഈ മെഷീൻ കിട്ടിയത് തന്നെ പാവൻ്റെ ഒരു മുത്തച്ഛന് ഷോപ്പുണ്ടായിരുന്നു, സ്റ്റിച്ചിങ് തയ്യൽ കടയായിരുന്നു. പുള്ളിക്ക് 1 വർഷം മുമ്പ് മുത്തച്ഛന് ക്യാൻസർ വന്ന് മരിച്ചു. അപ്പോൾ ആ മെഷീൻ എന്ത് ചെയ്യുന്നു ഓർത്തിരുന്നപ്പോഴാണ് ഞങ്ങളത് മേടിച്ചത്. വീട്ടിലേക്കൊരു മെഷീൻ ആവുകയും ചെയ്യും, എനിക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ആവുമല്ലോ എന്ന് ഓർത്തിട്ട് മേടിച്ച് ചുമ്മാ അങ്ങ് തയ്ക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ആ പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്, അതായത് എൻഗേജിങ് ആണ്. നമ്മുടെ ആ റിസൾട്ട് കണ്ട് നമ്മൾ തയ്ച്ച അത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ ഡ്രസ്സ് ഇടുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ്, അത് ഭയങ്കര വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ലൈനിങ് ഇല്ലാത്ത മെറ്റീരിയലാണ് ഞാൻ കൂടുതൽ തയ്ക്കാറുള്ളൂ. കാരണം ലൈനിങ്ങും കൂടെ വരുമ്പോഴത്തേക്കും നല്ല പണിയാട്ടോ. തയ്യക്കാരെയൊക്കെ സമ്മതിക്കണം. കാരണം ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കുക എന്ന് പറയുന്നത് നല്ല പാടുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വിധത്തിൽ ഞാൻ ആ തുണി മറിച്ചെടുത്തിട്ട് എലാസ്റ്റിക് ഇടാൻ നോക്കിയപ്പോഴാണ് എലാസ്റ്റിക് ഇച്ചിരി വലിയ പീസ് എടുത്തത്. അപ്പോൾ കൊച്ചിന് ഷോൾഡർ ഇച്ചിരി വീതി ഉള്ളതാണ് എപ്പോഴും ഭംഗി. എന്നാൽ വീതിയുള്ള എലാസ്റ്റിക് ഇട്ടേക്കാന്ന് ഓർത്ത് ഞാൻ വീതിയുള്ളത് എങ്ങനെയെങ്കിലും അകത്ത് കയറ്റാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, വീതിയുള്ളത് കയറുകയേയില്ല. അവസാനം പഠിച്ച പണി 18 നോക്കിയിട്ട് കയറാഞ്ഞിട്ട് ഞാൻ ആ എലാസ്റ്റിക് പിന്നെയും കട്ട് ചെയ്ത് വീതി കുറച്ചു. എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പണിയാനായിട്ട് ഒരു പീസ് തുണി പോലും ബാക്കിയില്ല. ആകെ എപ്പോഴോ തയ്ച്ച ഒരു ഡ്രസ്സിൻ്റെ ഒരു കട്ട് പീസ് കിട്ടിയതാണ്. അല്ല, എനിക്ക് കിട്ടിയതല്ല, ഞാനൊരു സ്റ്റിച്ചിങ് ഷോപ്പിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നൊരു കട്ട് പീസാണ്. അത്രേ ഉള്ളൂ ആകെ. ഇത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. ആ ചേച്ചിയോട് വെച്ചപ്പോൾ തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ തരുകയും ചെയ്തു. കൊച്ചിന് എന്തെങ്കിലും പണിയാലോ, എന്തെങ്കിലും പണിത് പഠിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. എലാസ്റ്റിക് ഇവിടുന്ന് കയറ്റി അവിടെ എത്തുമ്പോൾ ഈ സൈഡിൽ നിന്ന് അകത്തേക്ക് കയറിപ്പോവും. ഇത് തന്നെയായിരുന്നു പരിപാടി. ഞാൻ തയ്ക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഇത് അകത്ത് കയറിപ്പോവും. പിന്നെ നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ടല്ലോ, പ്ലക്കർ എന്നാണോ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. അത് വെച്ചിട്ടാണ് ഞാൻ പുരുകം ത്രെഡ് ചെയ്യാറ്. ത്രെഡ് ചെയ്യാന്ന് വെച്ചാൽ പ്ലക്ക് ചെയ്തെടുക്കുന്നതും പ്ലക്കർ വെച്ചിട്ടാണ്. ഈ പാൻറ്റിൻ്റെ വള്ളി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാനും എടുക്കുന്നത് പ്ലക്കറാണ്. ഇനി പോട്ടെ, നമ്മൾ ബഡ്സ് ഇടയ്ക്ക് ചെവിയിലിടാറില്ലേ? അപ്പോൾ ഈ ബഡ്സിൻ്റെ അറ്റം, അതായത് പഞ്ഞി ചെവിക്കകത്തായി പോയി കഴിഞ്ഞാൽ അതെടുക്കാനും ഈ പ്ലക്കർ എടുക്കാട്ടോ. ഞാനങ്ങനെ എടുക്കാറ്. അത് കഴിഞ്ഞിട്ട് ഓർത്ത് തന്നെ ഡ്രസ്സിൽ കുറച്ച് വർക്ക് ചെയ്യാം. ഈ ഗോൾഡൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡ്രസ്സിന് ഭയങ്കര ഒരു തെളിച്ചം വന്ന പോലെ തോന്നും. എൻ്റെ കൊച്ചിൻ്റെ സ്കിൻ കളറിനും എനിക്ക് ചേരുന്ന അതാണെന്നാണ് തോന്നിയത്. ഈ ഗോൾഡൻ കളർ വരുമ്പം അവൾക്ക് നല്ലൊരു എടുപ്പ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് ഫ്ലവർ ഇരുന്നെടുത്ത് ഒട്ടിച്ചു വെച്ചു, കുറച്ച് കല്ല് ഒട്ടിച്ചു. ഈ കല്ലൊക്കെ ഞാൻ ചിലപ്പോൾ ഡ്രസ്സിൽ വയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ അത് പറിച്ചിട്ട് അടുത്ത ഡ്രസ്സിൽ വയ്ക്കും. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാട്ടോ, ഈ കല്ല് പറിച്ചിട്ട് പിന്നെയും വയ്ക്കണത്. എന്തോ ഈ കല്ലൊന്നും ഇതുവരെ പോയിട്ടില്ല. നമ്മൾ നല്ല ഡ്രസ്സിലല്ലേ വയ്ക്കുന്നത്, ഇതൊന്നും റെഫ്യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്നും പോകാതെ തന്നെ ഉണ്ടാവും എപ്പോഴും നന്നായിട്ട്. അവസാനം കൊച്ചിനെ ഞാനത് ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൾക്ക് ആ നൂല് പറിച്ചെടുക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉടുപ്പും അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വന്ന് നശിപ്പിച്ചു. പുള്ളി പറഞ്ഞു ഇതിന് ചൂടാടി എന്നും പറഞ്ഞ് അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് അവൾക്കിപ്പോൾ ആ ഡ്രസ്സ് ഇടാൻ ഇഷ്ടമല്ലാണ്ടായി. ഈ ഒരൊറ്റ പ്രാവശ്യം അവൾ ആകെ ഇട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവൾക്കത് ഇടാനിപ്പോൾ ഇഷ്ടമേ അല്ല. അമ്മയെ ചൂടെടുക്കും എന്നും പറഞ്ഞിട്ട് അവളത് ഊരാൻ തുടങ്ങി. ഈ ഗ്യാപ്പിനിടയിൽ കൂടെ എങ്ങനെ ചൂടെടുക്കണമെന്ന് എനിക്കറിയാൻ മേല. ഹസ്ബൻഡിനാണെങ്കിൽ ചൂടിൻ്റെ ഭയങ്കര പ്രശ്നമാണ്. പുള്ളി അതുകൊണ്ട് എല്ലാവരെയും പറഞ്ഞ് വെറുപ്പിക്കും. സാരമില്ല. എന്താണെങ്കിലും എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്